മന്ന വ്ളോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു പുതിയ വിഷയമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. പകർച്ചവ്യാധി പൊട്ടിപ്പുറപ്പെട്ടു, പാൻഡമിക് വരുന്നുവെന്ന ആശങ്കയിലാണല്ലോ നമ്മളെല്ലാവരും. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കാം. ചൈനയിലും ജപ്പാനിലും ഇപ്പോൾ പാൻഡമിക് പടരുന്നുണ്ടോ? ചൈനയിൽ കൊറോണ വൈറസിന് സമാനമായ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് HMPV വൈറസ് പൊട്ടിപ്പുറപ്പെട്ടു എന്ന് സോഷ്യൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യയിൽ പനി, ചുമ എന്നിവ ഉള്ളവരെ നിരീക്ഷിക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം ഇതിനകം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചൈനയിൽ കൊറോണ വൈറസിന് സമാനമായ പകർച്ചവ്യാധി പൊട്ടിപ്പുറപ്പെട്ടുവെന്നും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുവെന്നും കൂടാതെ അനേകർ മരിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും സോഷ്യൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഇതിനൊന്നും ഔദ്യോഗിക വിശദീകരണം ഉണ്ടായിട്ടില്ല. എന്നാൽ ചൈനയിൽ മാത്രമല്ല, ജപ്പാനിൽ രാജ്യവ്യാപകമായി ആയിരക്കണക്കിന് കേസുകൾ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുവെന്ന് ദക്ഷിണാഫ്രിക്കൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ SABC ന്യൂസ് പറയുന്നു. ജപ്പാനിലെ ആരോഗ്യ അധികാരികൾ ഈ പ്രശ്നം സജീവമായി നിരീക്ഷിക്കുന്നുവെന്നും കാര്യമായ ഇൻഫ്ലുവൻസ പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് ജപ്പാൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ്റെ കണക്കനുസരിച്ച് രാജ്യത്തുടനീളം 5000 ആശുപത്രികളിലും ക്ലിനിക്കുകളുമായി ഡിസംബർ 15 വരെ ഒരാഴ്ചക്കുള്ളിൽ 95,000-ഓളം ഫ്ലൂ രോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. നിലവിലെ സീസണിൽ ജപ്പാനിലെ മൊത്തം കേസുകളുടെ എണ്ണം ഇപ്പോൾ ഏകദേശം 7.25 ലക്ഷത്തോളമായി. ഇതിനിടെ രോഗബാധ ഉണ്ടെന്ന് ചൈനയിൽ നിന്നും സ്ഥിരീകരണം വന്നിട്ടുണ്ട്. ചൈനീസ് സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ സ്ഥിരീകരിച്ചതനുസരിച്ച് ശ്വാസകോശ സംബന്ധമായ വൈറസ് ബാധകളുടെ വർധനവ് വളരെയധികം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളിലും പ്രായമായവരിലും പുതിയ വൈറസ് ബാധകൾക്ക് സാധ്യതയുണ്ടെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. വടക്കൻ ചൈനയിലാണ് രോഗം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ എമർജൻസി സിറ്റുവേഷൻ ആണെന്ന് WHO കൂടാതെ ചൈനീസ് സെൻറ്റർ ഫോർ ഡിസീസ് ആൻഡ് കൺട്രോൾ പ്രിവെൻഷനോ ചൈനയെക്കുറിച്ച് പ്രഖ്യാപിച്ചിട്ടില്ല. എന്താണ് ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് HMPV? 2001 അജ്ഞാത രോഗാണുക്കൾ മൂലമുണ്ടാകുന്ന ശ്വാസകോശ സംബന്ധമായ അണുബാധയുള്ള കുട്ടികളുടെ സാമ്പിളുകളിൽ ഡച്ച് പണ്ഡിതന്മാരാണ് ഇത് ആദ്യമായി കണ്ടെത്തിയത്. സെറോളജിക്കൽ പഠനങ്ങൾ കാണിക്കുന്നത് ഇത് കുറഞ്ഞത് 60 വർഷമായി നിലനിൽക്കുന്നു എന്നാണ്. ഇത് ഒരു സാധാരണ ശ്വാസകോശ രോഗമായി ലോകമെമ്പാടും കാണപ്പെടുന്നു. ഈ വൈറസ് കണ്ടെത്തിയിട്ട് 1/4 നൂറ്റാണ്ടോളം കഴിഞ്ഞിട്ടും ഇതുവരെ ഇതിന് വാക്സിനോ പ്രതിരോധ മരുന്നുകളോ കണ്ടുപിടിച്ചിട്ടില്ല. എന്താണ് ഇൻഫ്ലുവൻസ A? ഇൻഫ്ലുവൻസ A എന്നത് ഫ്ലൂ വൈറസിൻ്റെ ഒരു ഉപവിഭാഗമായ ഒരു വൈറൽ പനിയാണ്. ഇത് പ്രാഥമികമായി മനുഷ്യരെയും പക്ഷികളെയും പന്നികളെ ഉൾപ്പെടെയുള്ള മൃഗങ്ങളെ ബാധിക്കുന്നു. ഇൻഫ്ലുവൻസ A അതിവേഗം പുതിയ മാറ്റങ്ങൾ ഉണ്ടാകാനും ചിലപ്പോൾ പാൻഡമിക്കുകൾക്ക് കാരണമാകാനും സാധ്യതയുണ്ട്. വൈറസിൻ്റെ സ്വഭാവം എന്താണ്? വിട്ടുമാറാത്ത ചുമ, പനി, മൂക്കടപ്പ്, തൊണ്ടവേദന, ശ്വാസമുട്ടൽ തുടങ്ങിയ ലക്ഷണങ്ങൾ സൃഷ്ടിക്കുന്നു. പ്രായമായവരിലും കുട്ടികളിലും രോഗികളായ ആളുകളിൽ ഗുരുതരമായ ശ്വാസകോശ അണുബാധയ്ക്ക് കാരണമാകാം. ഗുരുതരമായ അവസ്ഥയിൽ ശ്വാസകോശ അണുബാധ ന്യൂമോണിയ അല്ലെങ്കിൽ ബ്രോങ്കൈറ്റിസ്, സൈനസ് അണുബാധ തുടങ്ങിയ സങ്കീർണതകളിലേക്ക് നയിച്ചേക്കാം. ഉയർന്ന അപകട സാധ്യതയുള്ള ഗ്രൂപ്പുകളായ ചെറിയ കുട്ടികൾ, പ്രായമായവർ, ഗർഭിണികൾ, വിട്ടുമാറാത്ത രോഗമുള്ള വ്യക്തികൾ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കുട്ടികളും പ്രായമായവരും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരും, ഉദാഹരണം ഷുഗർ, ക്യാൻസർ രോഗികൾ എന്നിവർ. കേസുകളുടെ വലിയൊരു ഭാഗം ആളുകളിലും സാധാരണ ശീതകാല രോഗങ്ങൾ പോലെയാണ് കാണപ്പെടുന്നത്. എന്നാൽ ചിലർക്ക് ആശുപത്രിവാസം ആവശ്യമായി വന്നേക്കാം. ഇതിൻ്റെ കേസുകൾ ശീതകാല സീസണിൽ വർദ്ധിച്ചു വരികയാണ്. കുട്ടികളും മുതിർന്നവരും ചികിത്സ തേടുന്ന തിരക്കേറിയ ആശുപത്രികളുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ റിപ്പോർട്ടിലൂടെ പ്രചരിക്കുന്നുണ്ട്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുമുണ്ട്. പുതിയ ശ്വാസകോശ അണുബാധകൾ നിരീക്ഷിക്കാൻ ചൈന ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. 2019 COVID-19 പടർന്ന ശേഷം ചൈന അപരിചിതരായ വൈറസ് ബാധകൾ കണ്ടെത്തുന്നതിന് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. പുതുതായി പനിയും ശ്വാസകോശ അണുബാധയും റിപ്പോർട്ട് ചെയ്യുന്ന കേസുകൾ സജീവമായി നിരീക്ഷിക്കുന്നു. പഠനം നടത്തുന്ന വൈറോളജിസ്റ്റുകൾ ആശങ്കകൾ പങ്കുവെക്കുന്നുമുണ്ട്. ആഗോളതലത്തിൽ ഫർ ഫാമിംഗ് രോമകൃഷി വ്യവസായം മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യമാണ് ചൈന. കൂടാതെ ഭക്ഷണത്തിനും മരുന്നിനുമായി മൃഗങ്ങളെ വ്യാവസായികമായി ചൈന വളർത്തുന്നുമുണ്ട്. മിങ്ക് കൊറോണ വൈറസ് എന്ന പുതിയ കൊറോണ വൈറസ് HKU5 ഈ മൃഗങ്ങളിൽ നിന്നും കണ്ടെത്തി. മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോമിന് MERS സമാനമായ ഈ വൈറസ് ഇപ്പോൾ മനുഷ്യരിൽ പടരുന്നേയില്ല. പക്ഷേ ജനിതക മാറ്റം സംഭവിച്ച് പടരാനുള്ള സാധ്യതയും ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചു വരുന്നു. ചൈനയിലെ രോമഭാഗങ്ങളിൽ ഡസൻ കണക്കിന് വൈറസുകൾ മൃഗങ്ങളിൽ പടരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അവയിൽ ചിലത് പുതിയതും മനുഷ്യരിലേക്ക് പടരാൻ സാധ്യതയുള്ളതുമാണ് എന്ന് ഗവേഷകർ കഴിഞ്ഞ സെപ്റ്റംബറിൽ വെളിപ്പെടുത്തുകയുണ്ടായി. COVID-19 പാൻഡമിക് മുതൽ രോഗങ്ങൾക്കായി മിങ്സ് പോലെയുള്ള സസ്തനികളെ വളർത്തുന്നത് പുതിയ വൈറസുകൾ മൃഗങ്ങൾ വഴി കടക്കുന്നതിന് എളുപ്പമാകുമെന്നും പുതിയ പകർച്ചവ്യാധികൾക്ക് കാരണമാകുമെന്ന് ശാസ്ത്രജ്ഞന്മാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. COVID-19 കുറിച്ച് ഗവേഷണത്തിന് നേതൃത്വം നൽകിയ വൈറോളജിസ്റ്റ് എഡ്വേർഡ് C. ഹോംസ് ആഗോള രോമ കൃഷി വ്യവസായം ഒരു പുതിയ പാൻഡമിക് ആരംഭിക്കാനുള്ള ഏറ്റവും സാധ്യതയുള്ള മാർഗമാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്.
ചൈനയുടെ നേതൃത്വത്തിലുള്ള ഗവേഷക സംഘം 2021 2024 ഇടയിൽ രാജ്യത്തുടനീളം രോഗം ബാധിച്ച് ചത്ത മിങ്കുകൾ, മുയലുകൾ, കുറുക്കൻ, റക്കൂൺ നായ്ക്കൾ തുടങ്ങിയ 461 മൃഗങ്ങളുടെ ശ്വാസകോശത്തിലും കുടലിലും നിന്നുള്ള ജനിതക സാമ്പിളുകൾ പരിശോധിച്ചതിൽ 125ൽ പരം വൈറസുകളെ കണ്ടെത്തി. അവയിൽ 36 പുതിയ വൈറസുകളായിരുന്നു. ഇപ്പോൾ ഒരു പാൻഡമിക് നിലവിൽ ഒന്നും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. വിന്റർ സീസണുകളിൽ ട്രെൻഡുകളും കൂടുതൽ വൈറസ് കണ്ടെത്തലുകളും ഈ സാഹചര്യങ്ങൾ കാരണമായേക്കാം. ആശുപത്രികൾ കൂടുതൽ രോഗികളെ തിരക്കേറുകയാണ്. വൈറസ് ബാധകളുടെ വർധനവും പുതിയ രോഗകാരികളുടെ കണ്ടെത്തലും ആശങ്ക ഉയർത്തുന്നുവെങ്കിലും നിലവിൽ പുതിയൊരു പാൻഡമിക് സാധ്യത ഉണ്ടെന്ന് ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ല. ചൈനയിലെ വിവിധ പ്രവിശ്യകളിൽ ആശുപത്രികൾ നിറഞ്ഞു കവിയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കുട്ടികളും മുതിർന്നവരും ചികിത്സ ലഭിക്കാൻ കാത്തിരിക്കുന്ന ദൃശ്യങ്ങളും പ്രചരിക്കുന്നുണ്ട്. പകരുന്ന വഴികൾ എന്തൊക്കെയാണ്? വായുവിലൂടെ തുമ്മൽ, ചുമ വഴി, രോഗബാധിത വ്യക്തികളുമായിട്ടുള്ള നേരിട്ടുള്ള സമ്പർക്കം, രോഗബാധിത ഉപരിതലങ്ങളെ സ്പർശിക്കുന്നതിലൂടെ. മുൻകരുതലുകൾ എന്തൊക്കെയാണ്? വ്യാപനം നിയന്ത്രിക്കാൻ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ 20 സെക്കൻഡിലധികം കഴുകുക. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും വായും മൂക്കും മൂടുക. മാസ്ക് ധരിക്കുന്നത് പരിഗണിക്കുക. അസുഖമുള്ളവരുമായി സമ്പർക്കം ഒഴിവാക്കുക. കഴുകാത്ത കൈകൾ കൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ, മൂക്ക്, വായ എന്നിവ തൊടുന്ന് ഒഴിവാക്കുക. തിരക്കേറിയ സ്ഥലങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾക്ക് അസുഖമുണ്ടെങ്കിൽ സ്വയം ഒറ്റപ്പെടൽ പരിശീലിക്കുക. നിലവിൽ HMPV തടയാൻ പ്രത്യേക ആൻറ്റിവൈറൽ തെറാപ്പിയോ വാക്സിനോ ഒന്നുമില്ല. വീട്ടിൽ പ്രാഥമിക ചികിത്സയ്ക്ക് മരുന്നുകൾ കരുതുക. രോഗനിർണയം ആവശ്യമെങ്കിൽ ഉടൻ പരിശോധന നടത്തുക. പനി, ചുമ, ശ്വാസമുട്ടൽ തുടങ്ങിയ ലക്ഷണങ്ങൾ തുടർന്ന് കാണിക്കുമ്പോൾ ഡോക്ടറെ കാണുക. വ്യാജ വാർത്തകളെ തിരിച്ചറിയുക. വെറും അഭ്യൂഹങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കുക. കൂടാതെ ആശങ്കകൾ ഒഴിവാക്കുക. ഭയത്തിന് പകരം മുൻകരുതലാണ് നല്ലത്. സോഷ്യൽ മീഡിയ വഴി പല വ്യാജ വീഡിയോകളും റിപ്പോർട്ടുകളും പ്രചരിക്കുകയാണ്. അഭ്യൂഹങ്ങളെ തടയുക. സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ പ്രചരിപ്പിക്കരുത്. പൊതുജനങ്ങളും മാധ്യമങ്ങളും ആഭ്യന്തര മന്ത്രാലയങ്ങളുടെ ഔദ്യോഗിക പ്രസ്ഥാനങ്ങളിൽ മാത്രം ആശ്രയിക്കുക. സാമൂഹ്യ മാധ്യമങ്ങളിലെ പനിയും വൈറസും കൂടി വന്നാൽ പാൻഡമിക് പോലെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വ്യാജരേഖകൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കാതിരിക്കുക. ചില ജനങ്ങൾ HMPVയെ അടുത്ത കോവിഡിനോട് ഉപമിക്കുകയും ചെയ്യുന്നുണ്ട്. ചില വ്യാജ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നുമുണ്ട്. ചൈനയിൽ ആയിരക്കണക്കിന് ആളുകൾ മരിക്കുന്നു. പുത്തൻ വൈറസ് മനുഷ്യരിൽ കൂടുതൽ അപകടകാരികളാണ്. ഓർക്കുക, മിങ്കുകളിൽ നിന്നും കണ്ടെത്തിയ പുതിയ കൊറോണ HKU5 ഇതുവരെ മനുഷ്യരിൽ പടരുന്നതായി കണ്ടെത്തിയിട്ടേയില്ല. അതുകൊണ്ട് ഭയം വേണ്ട, ജാഗ്രത മതി. ഓക്കെ, താങ്ക് യു.